എന്നെ തെറി പറയണ സഖാക്കളും അതാരായാലും അറിയാൻ വേണ്ടി പറയണ, നിങ്ങൾ വീട്ടുകാരോട് പറയണം, നിങ്ങൾക്ക് വല്ല അടിയ വെട്ട ഇനി വല്ല ഗണ്ണും കൊണ്ട് ഷൂട്ടാ കിട്ടിക്കഴിഞ്ഞാൽ എന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കാൻ നിൽക്കരുത്. കാരണം നിങ്ങൾക്കുള്ള പോലെ തന്നെ സുഹൃത്ത് വലയങ്ങൾ എനിക്കുണ്ട്. എനിക്ക് എന്തെങ്കിലും എന്നെ പറയണവരെ നോട്ട് ചെയ്യണ സുഹൃത്തുക്കള് എനിക്കുണ്ട്. അത് ഏത് മേഖലയിൽ നിന്നുള്ള ആൾക്കാരായാലും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരോട് പറയണം, ഈ പാവത്താനല്ല നിങ്ങളെ ആക്രമിച്ചു തന്നിട്ടാ. അപ്പൊ അത് ഒന്ന് നോട്ട് ചെയ്യണേ. പിന്നെ ഞാൻ ഇപ്പൊ വന്നതൊരു കഥ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്, ഒരു മൂരി നേതാവിന്റെ കഥ. അതായത് ഇത് നടക്കുന്നത് ഒരു വർഷം മുമ്പാണ്. അതായത് മൂരികളുടെ ഏറ്റവും വലിയ നേതാവിന്റെ ഒരു കഥയാണ് പറയാൻ പോണത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാം. അദ്ദേഹം വളരെ ഭയങ്കര വ്യവസായിയാണ്. വ്യവസായം അരച്ച് കലക്കി കുടിച്ച ആളാണ്. ഒരു MBA ഒക്കെ കഴിഞ്ഞ ആളാണ്. അപ്പൊ ആളുടെ വ്യവസായം എന്താന്ന് ഞാൻ പിന്നീട് പറയാം. ഞങ്ങൾ ഒരു വർഷം മുമ്പ് ഞാനും പിന്നെ എൻ്റെ ഒരു സുഹൃത്തും എന്ന് പറഞ്ഞാൽ ആൾക്ക് ഒരു 45-46 വയസ്സുണ്ട്. സംഭവം എന്നെ പോലത്തെ ഒരു മനുഷ്യൻ. ഞാൻ 46 വയസ്സിൽ എങ്ങനെയിരിക്കും അതിന്റെ അതേ പര്യായമായ ഒരു മനുഷ്യൻ. ഞങ്ങൾ ഒരു ഇസ്ലാമിക ഒരു പുരാവസ്തു അദ്ദേഹത്തോട് കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് വിറ്റ് തരണം, ഞങ്ങൾക്ക് 4 കോടി രൂപ മതി, ബാക്കി നിങ്ങൾ എടുത്തോളി സാഹിബേ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഇപ്പൊ ഒരു മാഷി എന്ന് പറഞ്ഞൊരു പൊട്ടനുണ്ട്, അയാളാണ് അയാളെ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ പറഞ്ഞ് പിരിഞ്ഞു പോയി. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം മുണ്ടും വെള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇവിടെ നടക്കണം നമ്മളെ കേരളത്തിൽ. പിറ്റേ ദിവസം അദ്ദേഹം ഒരു കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് വരണം. അങ്ങനെ അദ്ദേഹം പറഞ്ഞ് ഒരു CD കാണിച്ചാണ്. ആ CD ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുരാവസ്തു എന്റെ ഉപ്പുപ്പാന്റെ താവഴി വഴി കിട്ടിയതെന്നാണ്. മനസ്സിലായല്ലോ മൂരികളെ സംഭവങ്ങളൊക്കെ. അതിനുശേഷം അദ്ദേഹം ദുബായിക്ക് ഒരു പറക്കല് പറഞ്ഞു. അങ്ങനെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു വന്നു. എന്നിട്ട് ഞങ്ങളെ കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ പറയുന്ന 4 കോടി ഒന്നും കിട്ടൂല, 1 കോടി രൂപ കിട്ടും, പറ്റുമെങ്കിൽ പറ്റും എന്ന് പറയുന്നു പറഞ്ഞു. അങ്ങനെ അപ്പൊ തന്നെ നമ്മള് വിളിക്കേണ്ടവർക്ക് വിളിച്ചു ദുബായിക്ക്. അപ്പൊ നമ്മൾ അറിഞ്ഞത് 150 കോടി രൂപ പറഞ്ഞ സാധനമാണ് ആ പുരാവസ്തു. അങ്ങനെ ആ പുരാവസ്തുവിന് 150 കോടി പറഞ്ഞ് ആ പുരാവസ്തുവിന് ഞങ്ങൾക്ക് 1 കോടി രൂപ തരുള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഉണ്ടായിരുന്ന സുഹൃത്ത്, ആ സുഹൃത്തിന്റെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ആ സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജഗ ജില്ലയാണ്. അങ്ങനത്തെ 1000 സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ആ സുഹൃത്ത് പറഞ്ഞേ, സാഹിബേ നിങ്ങളെ സാധനം തിരിച്ചെന്നേക്ക്, എന്നിട്ട് ബാഗും സ്കൂട്ടായിക്കോ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, മാഷെ നിങ്ങൾ ഇന്നെ കുറിച്ചായിട്ട് പറഞ്ഞു കൊടുത്തേക്കിട്ടാന്ന് പറഞ്ഞു. മാഷ് പറഞ്ഞു, സാഹിബ് നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത്, നിങ്ങൾ ഈ മൂപ്പരോട് ഉടക്കി കഴിഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേ, മൂപ്പരോട് എന്നല്ല ആരോട് ഉടക്കിയാലും ഞങ്ങൾ ഇവിടെ ജീവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പര് പറഞ്ഞു നമുക്ക് കാണാന്ന് പറഞ്ഞു. മൂപ്പര് പോയി. അങ്ങനെ മൂപ്പരോട് പറഞ്ഞു എന്നാ സാധനം തിരിച്ചു തരണം എന്നാണ് പറഞ്ഞു. ആ സാധനം ബാങ്ക് ലോക്കറിലാണ്, ആളെ ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ കുറെ വട്ടം കറക്കി. അങ്ങനെ അപ്പൊ ഇന്റെ ഒരു ഉപ്പാന്റെ കാക്കാന്റെ മോളെ ഇങ്ങേരുടെ പെങ്ങളെ മോൻ കെട്ടുണ്ട്, ഈ മൂരി നേതാവിന്റെ ഈ വ്യവസായിയുടെ. അങ്ങനെ ആ കല്യാണത്തിന് മൂപ്പര് പങ്കെടുക്കാൻ പോയി. ഇന്റെ അമ്മക്ക് പോയിക്കണം, ഞാൻ പോയിട്ടില്ല. ആ ടൈമിന് ഈ കാസർഗോഡ് ബായി, മൂരികൾക്കറിയാം ആരാണ് കാസർഗോഡ് ബായി. നമ്മളെന്ത് ചെയ്തു, കാസർഗോഡ് ബായിക്ക് ഇങ്ങനെ ഫോണിലാണ്ട് കറക്കി കൂട്ടി. കാസർഗോഡ് ബായിനോട് ചോദിച്ചു, കാസർഗോഡ് ബായി ഈ മൂരി നേതാവിന്റെ ഇന്നത്തെ പ്ലാൻസ് എന്തൊക്കെയെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ് മൂപ്പരിന്ന് ഒരു രാവിലെ 10 മണിക്ക് കല്യാണം, 12 മണിക്ക്, ഉച്ചക്ക് 12 മണിക്ക് കല്യാണം കഴിഞ്ഞ് കോഴിക്കോട്ടേക്ക് തിരിക്കും. കടലുണ്ടിയിൽ ഒരു 2 മണിക്ക് എത്തും. പിന്നെ അവിടുന്ന് ഒരു കുറച്ച് നേരം അവിടെ തങ്ങിയിട്ട് പരപ്പനങ്ങാടി ഒരു മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞ് ഉച്ചക്ക് വൈകുന്നേരം 4 മണിക്ക് കുറ്റിപ്പുറത്ത് എത്തുമെന്ന് പറഞ്ഞു. ഇത് കേട്ട് ഞങ്ങൾ മാഷിനെ വിളിച്ചിട്ട് പറഞ്ഞു, മാഷെ എങ്ങനെയാണ് കാര്യങ്ങൾ. 12 മണിക്ക് അവിടുന്ന് ഇറങ്ങി 2 മണിക്ക് കടലുണ്ടിയിലെത്തി 4 മണിക്ക് വീട്ടിലെത്തുമ്പോ പേപ്പറിൽ പലതും വരൂട്ടാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ നമ്മുടെ സാഹിബ് വിളിക്കണ്, നിങ്ങൾക്ക് എവിടെ സാധനം കൊടുന്നേരണ്ട്. ഇത്ര ഉള്ളു മൂരികളങ്ങള്, നിങ്ങളെ നേതാവ് ഇത്ര ഉള്ളു, പിന്നെയാണ് നിങ്ങള് ചിലക്കണ്. എന്നിട്ട് മൂപ്പര് പറഞ്ഞങ്ങളുടെ പൂരി ഞങ്ങൾ സാധനം തരാന്ന് പറഞ്ഞു. നമ്മളെ കൂട്ടുകാരൻ പറഞ്ഞ് അതൊന്നും നടക്കൂല, എന്റെ മോനാണ്ട് വരും, നിങ്ങളെ സാധനം കൊടുത്തേക്ക്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞതേ, ഇതൊരു തമാശ കഥയായിട്ട് പറഞ്ഞതാ. ഇത് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇങ്ങനത്തെ നിങ്ങളെ ഈ കെടുന്ന് കുരക്കുണ്ടല്ലോ, സഖാക്കളായാലും മൂരികളായാലും പിള്ളേര് കുരക്കുണ്ടല്ലോ, നിങ്ങളെ നേതാക്കളോട് നമ്മൾ ഈ കളി കളിക്കണതാ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്നോട് പറയരുത് ട്ടാ. ഇനി പിന്നെ എന്റെ കൂട്ടുകാരാ ചെയ്തെന്ന് പറയരുത്. ഓക്കെ? അപ്പൊ ഇനി അടുത്ത കഥ മൂരികളതല്ല, അടുത്തത് വേറൊരു നേതാവിനെ കുറിച്ചിട്ടാ. ലാൽ സലാം.